നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അച്ഛനോട് ഇപ്പൊ തന്നെ ഞാൻ എല്ലാം തുറന്നു പറയും. അപ്പൊ അച്ഛൻ എന്നെ ഇവിടുന്ന് അടിച്ചിറക്കും. ഞാനിവിടെ ഇല്ലാതായ അച്ഛന്റെ അമ്മയുടെ ഒറ്റ മോളായിട്ട് ചേച്ചിക്ക് ഇവിടെ കഴിയാം. ഇനി സജിത്തിനൊന്ന് വിളിക്കാം. സൈത്തെ, നമ്മുടെ പ്ലാനുകളൊക്കെ വർക്കൗട്ട് ആവും. പ്രിയങ്കയുടെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ട്. സ്വന്തം പ്രൊഡക്ഷൻ കമ്പനി എന്നൊക്കെ ആദ്യം അവള് പറയും. അതൊക്കെ നമുക്ക് പറഞ്ഞു ഒതുക്കാം. ആദ്യം നമ്മുടെ കാര്യം നടക്കട്ടെ. നീ മൂവ് ചെയ്തോ. പണം ഞാൻ കൊണ്ടുവന്നിരിക്കും. എന്താ നിന്നെ കാണാൻ ഇപ്പൊ ഇവിടെ ആരെങ്കിലും വന്നിരുന്നോ? ആര് വന്നു? ഞാനിവിടെ മുറിയിൽ ഇരിക്കുവായിരുന്നില്ലേ. ദേ, നീ കള്ളം പറയണ്ട. ആ വന്ന ശരത്തല്ലേ? നിങ്ങൾ സംസാരിക്കുന്നൊക്കെ ഞാൻ കേൾക്കുന്നുണ്ടായിരുന്നു. ഓ, ഒളിഞ്ഞു കേൾക്കുന്ന വൈഭവം പിന്നെ പറയണ്ടല്ലോ. നീ നീ എന്തൊരു അപകട ചെയ്യുന്നെന്ന് നിനക്കറിയോ? എന്തപകടം? ആ ശരത്തിനെ വിശ്വസിക്കാൻ കൊള്ളില്ല. അവൻ നിന്നെ ചതിക്കും. അതെ, ഞാൻ നോക്കിക്കോളാം. ഇയാളുടെ കാര്യം നോക്കിയാ മതി. ഞാൻ ഇടപെടും. ശരത്തിന് നീ കൊടുക്കാമെന്ന് പറഞ്ഞ സ്വർണം നീ കണിമംഗലത്ത് നിന്ന് കൊണ്ടുവന്നതാ. നാളെ അവരത് ആവശ്യപ്പെട്ടാലോ? എന്നിട്ട് നമ്മുടെ അച്ഛനെ നാണം കെടുത്തിയാലോ? ഒന്ന് പോകുന്നുണ്ടോ? മനുഷ്യനൊന്ന് രക്ഷപ്പെടാനും സമ്മതിക്കില്ല. പ്രിയേ, ശരത്തിന്റെ ശരിയായ മുഖം നീ കണ്ടിട്ടില്ല. നീ ഇങ്ങോട്ട് കയറി പോകുന്ന ശേഷം അവിടെ എന്ത് സംഭവിച്ചോ നിനക്കറിയോ? എന്ത് സംഭവിച്ചു? ശരത്ത് അവന്റെ ഏതോ ഒരു കൂട്ടുകാരനെ വിളിച്ചിട്ട് നിന്റെ കയ്യില് പണമുണ്ട്, അത് വെച്ച് അവർക്ക് എന്തോ ഒരു പ്ലാനിങ് ഉണ്ട്, അത് നടത്തണമെന്നൊക്കെ പറഞ്ഞു. ദേ, അവൻ വിശ്വസിക്കാൻ കൊള്ളാവുന്നവനല്ല. എത്രയോ കാലം മുന്നേ ഞാൻ നിന്നോട് ഇതൊക്കെ പറഞ്ഞതാ. എന്താ കഴിഞ്ഞോ? ഞാനേ ഇതെല്ലാം വിശ്വസിക്കാം. കാരണം പറയുന്നത് ഏറ്റവും സത്യസന്ധയല്ലേ. ചേച്ചിയുടെ പ്രശ്നമേ ഞാൻ രക്ഷപ്പെട്ടു പോയാലോ എന്ന് അസൂയ. എനിക്കെന്തിനാ നിന്നോട് അസൂയ? എനിക്ക് തന്തേന്നുള്ള ഉള്ളതുകൊണ്ട്. ഞാൻ വായിച്ചിട്ടുണ്ട് ഈ അനാഥ പിള്ളേരുടെ കോംപ്ലക്സ്. മറ്റുള്ളവരുടെ സൗഭാഗ്യങ്ങൾ കാണുമ്പോ അവർക്ക് മനസ്സിളകും. അത് മുടക്കാൻ വേണ്ടി കള്ളക്കഥകളും ഇറക്കും. നീ എന്നെ അങ്ങനെയാണ് മനസ്സിലാക്കിയിട്ടുള്ളതെങ്കിൽ എനിക്കൊന്നും പറയാനില്ല. പക്ഷെ നീ ഒരു കാര്യം ഓർത്തോ, കണിമംഗലത്തുകാരെ ചതിച്ച്, നമ്മുടെ അച്ഛനെ ചതിച്ച് നീ ഈ ആഭരണങ്ങൾ ആർക്കും കൊടുക്കില്ല. അച്ഛനോട് ഇപ്പൊ തന്നെ ഞാൻ എല്ലാം തുറന്നു പറയും. അപ്പൊ അച്ഛൻ എന്നെ ഇവിടുന്ന് അടിച്ചിറക്കും. ഞാനിവിടെ ഇല്ലാതായ അച്ഛന്റെ അമ്മയുടെ ഒറ്റ മോളായിട്ട് ചേച്ചിക്ക് ഇവിടെ കഴിയാം. ഇത് തന്നെയാ ഞാൻ നേരത്തെ പറഞ്ഞ അനാഥരുടെ കോംപ്ലക്സ്. പ്രിയേ, പോയി പറഞ്ഞോ. എന്താന്ന് വെച്ചാ ചെയ്തോ. പിന്നെ ഞാൻ ഇനി ഈ നാട്ടിലേ ഉണ്ടാവില്ല. ഒരിക്കലും തിരിച്ചു വരികയില്ല. മോളെ, നോക്ക്, കണിമംഗലത്ത് നിന്ന് ഇറങ്ങിപ്പോരാൻ എനിക്ക് ഒട്ടും മടിയില്ലായിരുന്നു. എന്റെ വഴിയിൽ ആര് തടസ്സം നിന്നാലും അവരെ ഞാൻ വെറുതെ വിടുകയില്ല. അത് ചേച്ചി ആയാലും. എനിക്കൊന്ന് ഉറങ്ങണം. ഒന്ന് പോയി തരുമോ? ഒന്ന് പോ. ഇനി അച്ഛനോട് പോയി പറയുമോ? പറഞ്ഞ പിന്നെ അവളെ ഉണ്ടാവില്ല. നാശം.
അതിശയിക്കാനൊന്നുമില്ല. ഇവിടുത്തെ സമ്പത്തും സൗകര്യങ്ങളും ഒക്കെ കണ്ടപ്പോ തിരുമേനിയുടെ മകൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. എല്ലാത്തിനും കാരണം തിരുമേനിയുടെ മകളാ. ഏട്ടൻ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചെത്തുകയും വരുണിനെ കണ്ടുപിടിക്കുകയും വേണം. എന്നിട്ട് പ്രിയങ്കയുടെ കാര്യത്തിൽ എന്ത് വേണമെന്ന് അവർ തീരുമാനിക്കട്ടെ. അതുവരെ ഞങ്ങൾക്ക് ഈ ഭാരം ചുമക്കാൻ വയ്യ. വിളിച്ചോണ്ട് വയ്ക്കോ. കൽപ്പനേ, മുത്തശ്ശിക്ക് ഇപ്പൊ ഏതാ വലിയ കാര്യം? അച്ഛനെക്കാളും വരുണിനെക്കാളും പ്രിയപ്പെട്ടതാണോ ഇവള്? എണീക്കണ്ട, താൻ കിടന്നോളൂ. വേണ്ട, ഞാനും കണ്ണടച്ചിട്ടില്ല. ഇങ്ങനെ തളർന്നു പോയാലോ? കാര്യങ്ങളൊക്കെ എങ്ങനെയെങ്കിലും പരിഹരിച്ചല്ലേ പറ്റൂ. എങ്ങനെ പരിഹരിക്കണം? താൻ പറ. ചെയ്ത അപരാധങ്ങൾ മുഴുവൻ ക്ഷമിക്കണേന്ന് പറഞ്ഞ് അവിടെ ചെന്ന് എല്ലാവരുടെയും കാല് പിടിക്കണം. ചെയ്യാം. മകൾക്ക് വേണ്ടി ഏതറ്റം വരെയും താഴ്ന്നതിന് കുഴപ്പമില്ല. പക്ഷേ അവരത് അംഗീകരിക്കണ്ടേ യശോദേ? വന്നു കയറിയിട്ട് പ്രിയങ്കമോൾ എന്തൊക്കെയോ പറയുന്നു. വരുണിനോടൊന്ന് സംസാരിക്കാൻ പോലും പറ്റിയിട്ടില്ല. അയാൾ ഇവിടേക്കൊന്ന് തിരക്കി വന്നിട്ട് പോലുമില്ല. പിന്നെ എങ്ങനെയാ? എല്ലാം അവസാനിച്ചു എന്ന് കരുതാൻ പറ്റുമോ? അവളുടെ ഭാവി എന്താവും? 2-3 ദിവസം അവൾ ഇവിടെ നിന്ന ആരും ഒന്നും ചോദിക്കില്ലായിരിക്കും. അത് കഴിഞ്ഞാൽ എന്താവും? ചോദ്യങ്ങൾ വരില്ലേ? എന്താ ഭർത്താവുമായുള്ള പിണക്കോന്നറിയാൻ ആളുകൾ നിർബന്ധം പിടിക്കില്ലേ? ആളുകൾ 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 കുറ്റം പറയാനും എത്തി നോക്കാനും മാത്രമേ ഈ ആളുകളെ കൊണ്ട് പറ്റൂ. ദേവനാരായണന്റെയും കുടുംബത്തിന്റെയും കഷ്ടപ്പാട് ഇതുവരെ ഒരാളും ചോദിച്ചിട്ടില്ലല്ലോ. ഒരു സഹായവും ചെയ്തിട്ടുമില്ല. അതൊക്കെ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.